ഹലോ ഗൈസ്, നമുക്കിന്ന് നമ്മുടെ മുടിക്ക് വേണ്ടി ഒരു ഹെയർ കെയർ ആയാലോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തി എണ്ണയാണ് എടുക്കുന്നത്. ഇതെനിക്ക് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തന്നതാണ്. അപ്പോൾ ഞാൻ ചെമ്പരത്തി എണ്ണ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. അധികം എടുത്തില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. ഞാൻ നല്ലതുപോലെ നമ്മുടെ ഹെയറിൻ്റെ റൂട്ട്സിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നല്ലപോലെ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അത് ഹെയറിൻ്റെ ഒരു ഹെൽത്തി ഗ്രോത്തിന് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മുട്ടോളം മുടി വളരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഉള്ള മുടി കൊഴിഞ്ഞു പോകുന്നതിൽ നിന്ന് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത്, ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ചെമ്പരത്തി പൂവ് വേണം. ഈ ചെമ്പരത്തി പൂവിനകത്തുനിന്നും നമ്മളെ മുകളിലുള്ള മഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, പൂമ്പൊടിയുള്ള ആ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം. പിന്നെ ഈ ഒരു ജ്യൂസ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഷാമ്പു വാഷ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങളുടെ സാധാരണ ഹെയർ കെയർ റൂട്ടീൻ്റെ കൂടെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഹെയർ ഫോൾ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. താരന് ചെറിയ മാറ്റം ഉണ്ടാകും. കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. രാത്രി ഒന്നും ഇത് ഉപയോഗിക്കാതിരിക്കുക. ചിലപ്പോൾ നീർക്കെട്ടൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ താരനൊക്കെ നല്ല മാറ്റം ഉണ്ടാകും.